സ്ട്രോക്ക് ആ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചാൽ. സാർ, ഇന്നലെ റൗണ്ട്സിന് പോയപ്പോൾ കണ്ട ഒരു പേഷ്യൻറ്റിന് സ്ട്രോക്ക് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ആ പേഷ്യൻ്റ് വെറും തലകറക്കം മാത്രമായിട്ടാണ് വന്നിട്ടുള്ളത്. ശരിക്കും ഈ സ്ട്രോക്ക് എന്ന് പറയുമ്പം ഒരു ഭാഗമുള്ള തളർച്ചയോ അല്ലെങ്കിൽ സംസാരിക്കാൻ ഉള്ള ശേഷി നഷ്ടപ്പെടുന്നത് അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഈ തലകറക്കം സ്ട്രോക്കായി മാറുമോ സാർ? പറഞ്ഞത് ശരിയാണ്. ആ പേഷ്യൻറ്റിന് തലകറക്കമാണ് സാധാരണ നമ്മൾ കാണുന്ന സ്ട്രോക്കിൽ ഒരു സൈഡ് തളർച്ച അല്ലെങ്കിൽ സംസാരത്തിൽ ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. ഈ പേഷ്യൻറ്റിന് സെറിബെല്ലാർ സ്ട്രോക്ക് എന്ന് പറയും, അതായത് അണുമസ്തിഷ്കത്തിൽ സ്ട്രോക്ക് വന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത, യൂഷ്വലി ഈ പേഷ്യൻസിന് ഒരു സൈഡ് തളർച്ച, സംസാരത്തിൽ ബുദ്ധിമുട്ട് കാണാറില്ല. പകരം അവരുടെ മെയിൻ കംപ്ലയിൻസ് ഇരിക്കുമ്പം ബാലൻസ് തെറ്റുന്നു, ഒരു സൈഡിലോട്ട് വേയിച്ച് പോകുന്നു, നടക്കുമ്പോൾ ഒരു സൈഡിലോട്ട് വേയിച്ച് പോകുന്നു, കൈക്കും കാലിനും ബാലൻസ് ഇല്ല, ആ രീതിയിലാണ് അവർ കംപ്ലയിൻറ്റ് പറയാറുള്ളത്. ഇതൊരു സീരിയസ് പ്രശ്നമാണോ സർ? ഡെഫിനറ്റ്ലി സ്ട്രോക്ക് എല്ലാം സീരിയസ് ആണ്. ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അണുമസ്തിഷ്കം അതിൻ്റെ മുന്നിലുള്ള ഭാഗം തലച്ചോറിൻ്റെ CPU എന്ന് പറയും, ബ്രെയിൻ സ്റ്റെം എന്ന് പറയും. അപ്പോൾ ഈ സ്ട്രോക്ക് ആ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചാൽ പേഷ്യൻ്റ് അബോധാവസ്ഥയിലേക്ക്, പെർമനൻ്റായിട്ട് അബോധാവസ്ഥയിലേക്ക് പോകാം, അങ്ങനെ ജീവൻ നഷ്ടപ്പെടാം. അതുപോലെ തന്നെ സെറിബെല്ലാർ സ്ട്രോക്കിൽ നീര് കൂടിയിട്ട് പേഷ്യൻറ്റിന് തലച്ചോറിൽ നീർക്കെട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതും അബോധാവസ്ഥയ്ക്ക് ഒരു കാരണമാണ്. ഇത് മരുന്നുകൊണ്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് എന്തെങ്കിലും വേണ്ടി വരുമോ? എല്ലാ രോഗികൾക്കും ഓപ്പറേഷൻ വേണ്ട. ചെറിയ ഭാഗങ്ങളിലെ ഈ സ്ട്രോക്ക് വ്യാപിച്ചിട്ടുള്ളൂ എങ്കിൽ നമുക്ക് മരുന്ന് ചികിത്സ മതിയാവും. അവർക്ക് ഓപ്പറേഷനൊന്നും വേണ്ടി വരില്ല. കുറച്ച് നാൾ നിരീക്ഷണം കഴിഞ്ഞിട്ട് അവരെ വീട്ടിൽ വിടാൻ പറ്റും. ബാക്കി അവരുടെ വേച്ച് പോകുന്നതൊക്കെ ഫിസിയോതെറാപ്പിയിൽ എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിലേ ഉള്ളൂ. പക്ഷേ ഈ സ്ട്രോക്കിൻ്റെ ഏരിയ കൂടുവാണ്, തലച്ചോറിൽ നീർക്കെട്ട് വരുവാണ് എങ്കിൽ ഈ പേഷ്യൻസിനെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് തലച്ചോറിലെ പ്രഷർ മാറ്റേണ്ടതായിട്ട് വരും.